ഹലോ മൈ ഗേയ്സ്, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ ഗേയ്സ്. അപ്പോൾ നമ്മുടെ ഇന്നത്തെ പരിപാടി എന്താണെന്ന് വെച്ചാൽ ഗേയ്സ്, നമ്മുടെ വണ്ടിയുടെ ഹോൺ പോയി ഗേയ്സ്. ഹോൺ കേടായിപ്പോയി ഗേയ്സ്. നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാമല്ലോ ഗേയ്സ്, നമ്മളൊരു ഡിഫൻഡർ പ്രാന്തനാണ് ഗേയ്സ്. ഡിഫൻഡർ പ്രാന്തനായി എല്ലാം ഡിഫൻഡറൊക്കെ എടുത്ത് മോഡിഫിക്കേഷനൊക്കെ ചെയ്ത് വണ്ടിയൊക്കെ റെഡിയാക്കിയപ്പോഴാണ് ഗേയ്സ് നമ്മുടെ വണ്ടിയുടെ ഹോൺ അടിച്ചു പോയത് ഗേയ്സ്. ഹോൺ പോയി ഗേയ്സ്. അപ്പോൾ നമ്മൾ നേരെ രമേശ് അണ്ണൻ്റെ കടയിൽ വന്ന് ഗേയ്സ്. രമേശ് അണ്ണൻ്റെ കടയാകുമ്പോൾ വില കുറച്ചൊക്കെ തരും ഗേയ്സ്. അപ്പോൾ നമുക്ക് ഇവിടെ നിൽക്കാം ഗേയ്സ്. പക്ഷേ രമേശ് അണ്ണനെ കാണുന്നില്ലല്ലോ ഗേയ്സ്. ഇവിടെയൊക്കെ നമുക്കൊന്ന് വിളിച്ചു നോക്കാം ഗേയ്സ്. ഹലോ രമേശ് അണ്ണ, നിങ്ങളിത് എവിടാ? പറയടാ ഫ്രാങ്ക്ലിനെ. രമേശ് അണ്ണ, എൻ്റെ വണ്ടിയുടെ ഹോണൊന്ന് പോയായിരുന്നു, അതൊന്ന് റെഡിയാക്കി തരാമോ? എന്താടാ, ഞാനിപ്പോൾ അവിടെ ഇല്ലടാ, നീ വണ്ടി അവിടെ നിർത്തിയിട്ടിട്ട് പൊയ്ക്കോ. പിന്നെ രമേശ് അണ്ണ, പൈസയൊക്കെ കുറച്ചൊക്കെ തരണം, എത്രയാണെന്ന് പറഞ്ഞായിരുന്നെങ്കിൽ. ഫ്രാങ്കിളിനെ, നിൻ്റെ അടുത്തുനിന്ന് ഞാൻ പൈസ മേടിക്കാനോ? നീ അവിടെ നിന്ന് പോടാ ഇറക്ക. നിൻ്റെ അടുത്തുനിന്ന് ഞാനൊന്നും പൈസ ഒന്നും മേടിക്കത്തൊന്നുമില്ല കേട്ടാ. താങ്ക് യു രമേശ് അണ്ണ. ശരി രമേശ് അണ്ണ. അപ്പോൾ ഗീസ്, നമ്മുടെ രമേശ് അണ്ണൻ പറഞ്ഞേക്കുന്നത് വണ്ടി ഇവിടത്തേക്ക് രമേശ് അണ്ണൻ ഒരു സ്ഥലത്ത് വരെ പോയിക്കോ, വന്നിട്ട് നമുക്ക് വണ്ടി റെഡിയാക്കി തരാം ഗീസ്. അപ്പം നമുക്ക് ഇവിടെ നിന്നൊരു ഓട്ടോ വിളിക്കാം ഗീസ്. ഓട്ടോ വിളിച്ചിട്ട് പോകാം ഗീസ്. അതാണ് ഗീസ് നല്ലത്. നടന്ന് അവിടം വരെ പോകാനത് പറ്റത്തില്ല ഗീസ്. അപ്പോൾ നമുക്കൊരു ഓട്ടോ വിളിക്കാം ഗീസ്. അപ്പോൾ ഗീസ്, നമ്മളൊരു ഓട്ടോ വിളിച്ചിട്ടുണ്ട് ഗീസ്. നമുക്കപ്പോൾ ഓട്ടോ ഇട്ടിട്ടുണ്ട് ഗീസ്. നമുക്കിനി ഓട്ടോ എങ്ങോട്ട് വീട്ടിലോട്ട് പോകാം ഗീസ്. അധികം ദൂരമൊന്നുമില്ല ഗീസ്. ഇനി ഈ കയറ്റം കയറി കഴിഞ്ഞ് ഫസ്റ്റ് ഇടത്ത് കാണുന്നത് നമ്മുടെ വീടാണ് ഗീസ്. അപ്പം നമുക്ക് പോവാം ഗീസ്. അപ്പം ഗീസ്, നമ്മൾ നമ്മുടെ വീട്ടിലോട്ട് പോവാണ് ഗീസ്. അവിടെ കാണുന്നതാണ് ഗീസ് നമ്മുടെ വീട്. ഒരു ചേട്ടനൊക്കെ ഫുട്പാത്തിൽ കൂടെ ഒക്കെ ഇറങ്ങി പോകുന്നുണ്ട് ഗീസ്. നമുക്കിപ്പം വീട്ടിലോട്ട് ചെല്ലാം ഗീസ്. ഈ വീടിൻ്റെ ഫ്രണ്ടിലെത്തി ഗീസ്. ഓട്ടോ ചേട്ടാ, നിർത്തിക്കോ. നിർത്തി. പറ ചേട്ടാ, എത്ര രൂപയായി? മോനെ, നീ ആയതുകൊണ്ടൊരു 600 രൂപ തന്നാൽ മതി. ചേട്ടാ, അവിടുന്ന് ഇവിടം വരെ വരുന്നതിന് 600 രൂപയോ? 200 രൂപ തരും മോനെ. ഇത് കിട്ടിയിട്ട് വേണ്ടായോ ഞങ്ങൾക്കൊക്കെ ജീവിക്കാൻ? എന്നാൽ പോട്ടെ, 250 രൂപ തരും. മോനെ, ഉള്ളത് താ. ചേട്ടാ എന്നാ വെച്ചോ ഗീസ്. അപ്പം നമുക്ക് നമ്മുടെ വീട്ടിലോട്ട് ഇല്ലാം ഗീസ്. അപ്പം ഗീസ്, നമ്മൾ നമ്മുടെ വീട്ടിലെത്തി ഗീസ്. ഗേസ്, എൻ്റെ റോൾസ് റോയ്സ് കാണുന്നില്ല ഗേസ്. എൻ്റെ റോൾസ് റോയ്സ് എന്താ ഗേസ്? ഞാൻ ഇങ്ങനെ ഇവിടെ ആണല്ലോ ഗേസ് ഇട്ടിട്ട് പോയത് ഗേസ്. എൻ്റെ റോൾസ് റോയ്സ് കാണുന്നില്ല ഗേസ്. ഞാൻ ആഗ്രഹിച്ച് മേടിച്ചൊരു വണ്ടിയാണ് ഗേസ്. നമുക്ക് ഒന്ന് രമേശ് അണ്ണനെ വിളിച്ച് പറയാം. ഗേസ്, അവിടെ ആരെയും വണ്ടി ഇടിച്ച് ഗേസ്. അതൊന്നുമല്ല ഗേസ് നമ്മുടെ ഇപ്പോഴത്തെ കാര്യം. നമുക്കിപ്പോൾ റോൾസ് റോയ്സ് കാണുന്നില്ല ഗേസ്. രമേശ് അണ്ണ, എൻ്റെ വണ്ടി കാണുന്നില്ല രമേശ് അണ്ണ. എന്താ ഫ്രാങ്ക്ലിൻ നീ ഇപ്പോൾ പറയുന്നത്? എൻ്റെ കയ്യിലല്ലയോ ഫ്രാങ്ക്ലിൻ, ഞാൻ പണിഞ്ഞുകൊണ്ടിരിക്കുവാണ് ഫ്രാങ്ക്ലിൻ. രമേശ് അണ്ണ, ആ വണ്ടിയല്ല രമേശ് അണ്ണ. എൻ്റെ റോൾസ് റോയ്സ് വണ്ടി ഞാൻ മേടിച്ച് കാണുന്നില്ല രമേശ് അണ്ണ. നിൻ പുതിയതായിട്ട് മേടിച്ച റോൾസ് റോയ്സ് ആണോ കാണാത്തത്? രമേശ് അണ്ണ, റോൾസ് റോയ്സ് കാണുന്നില്ല. അവിടെ നിൽക്കു ഫ്രാങ്ക്ലിൻ, ഞാനിപ്പോൾ വരാം. ശരി രമേശ് അണ്ണ. അപ്പോൾ ഗേസ്, നമ്മുടെ രമേശ് അണ്ണൻ പറഞ്ഞേക്കുന്നത് ഇപ്പോൾ വരാമെന്നാണ് ഗേസ്. നമുക്കപ്പോൾ പോലീസ് സ്റ്റേഷനിലോട്ട് പോയിട്ട് ചോദിച്ചു നോക്കാം ഗേസ്. ഇവിടുത്തെ പോലീസുകാർക്ക് ഭയങ്കര ജാടയാണ് ഗേസ്. നമ്മുടെ കുതിരപ്പുറത്ത് പോകാൻ പോയി. ഇവിടുത്തെ പോലീസുകാർക്ക് ഭയങ്കര ജാടയാണ് ഗേസ്. കഴിഞ്ഞ വട്ടം രമേശ് അണ്ണൻ്റെ വീട്ടിൽ കള്ളം കയറിയപ്പോൾ പോലീസുകാരൻ്റെ അടുത്ത് പോയി പറഞ്ഞായിരുന്നു കേസ്. അപ്പോൾ പോലീസുകാർ പറഞ്ഞത്, നിൻ്റെ വീട്ടിൽ കള്ളം കയറിയതിന് നീ പോയി അന്വേഷിക്കണം, അതല്ല ഞങ്ങളുടെ പണിയെന്നാണ് കേസ്. ഇവിടുത്തെ പോലീസുകാർ നമ്മളെ ഇത് കണ്ടുപിടിക്കുമെന്ന് എനിക്കറിയത്തില്ല കേസ്. ചിലപ്പോൾ കണ്ടുപിടിക്കത്തില്ലായിരിക്കും. ഹേയ് നീ ആരാടാ? നീ എന്തുവാടാ കുതിരപ്പുറത്തൊക്കെ വരുന്നത്? സാറേ എൻ്റെ പുതിയ കാറായ റോൾസ് റോയ്സ് കാണുന്നില്ല സാറേ. നിൻ്റെ പുതിയ കാറായ റോൾസ് റോയ്സ് കാണാത്തതിന് ഞങ്ങളെന്തോ ചെയ്യണോടാ? സാറേ പ്ലീസ് സാറേ, അത് കണ്ടുപിടിച്ച് തരണം സാറേ. നിൻ്റെ റോൾസ് റോയ്സ് കണ്ടുപിടിക്കുന്നതല്ല എൻ്റെ പണി. നീ പോയ ചെക്ക. സാറേ, എങ്ങനെങ്കിലും ഒന്ന് സാറേ ഒന്ന് കണ്ടുപിടിച്ചോ സാറേ. നീ പോടാ, നീ സ്വയമേ കണ്ടുപിടിച്ച് കള്ളനെ പിടിച്ചുകൊണ്ടിന് വന്നാൽ മതി. ഓക്കെ സാറേ.
ഇവിടുത്തെ സാറുകളൊന്നും നമ്മൾ പറഞ്ഞാൽ ഒന്നും കേൾക്കത്തില്ല ഗേസ്. അപ്പോൾ നമുക്ക് രമേശ് അണ്ണൻ വീട്ടിൽ എത്തിയെന്ന് തോന്നുന്നു ഗേസ്. രമേശ് അണ്ണനെ അടുത്ത് പോയി പറയാം. ഇവിടുത്തെ പോലീസുകാരുടെ അടുത്ത് കംപ്ലയിൻറ്റ് ചെയ്തിട്ട് അവരൊന്നും പറഞ്ഞില്ലെന്ന് ഗേസ്. നമുക്ക് വീട്ടിലോട്ട് പോവാം ഗേസ്. ഗേസ് ഓട്ടോ ചേട്ടൻ ഇവിടെ ഇട്ടിട്ട് ചായ കുടിക്കാൻ പോയെന്ന് തോന്നി ഗേസ്. ഓട്ടോ ഇവിടെ കിടപ്പുണ്ട് ഗേസ്. ഓട്ടോ ചേട്ടനെ കാണുന്നില്ല ഗേസ്. ഗേസ് ആരോ വിളിക്കുന്ന ഗേസ്. നമുക്ക് എടുത്തു നോക്കാം. ഓ രമേശ് അണ്ണല്ലേ ഗേസ് ഇത്. പറ രമേശ് അണ്ണ. എടാ പിന്നെ എനിക്ക് വരാൻ കഴിയില്ല ഫ്രാങ്ക്ലിൻ. അതെന്താ രമേശ് അണ്ണ? എന്നെ ഭാര്യ വിളിച്ചു. നിൻ്റെ വണ്ടി ശരിയാക്കിയിട്ടുണ്ട്. എനിക്കിപ്പോൾ തൽക്കാലത്തേക്ക് വരാൻ കഴിയില്ല. ഏതെന്താ രമേശ് അണ്ണ? രമേശ് അണ്ണൻ വരുന്നെന്ന് പറഞ്ഞിട്ടില്ലയോ രമേശ് അണ്ണ? ഞാൻ പോയി കണ്ടുപിടിക്കാനാ. നീ ഒറ്റയ്ക്ക് പോയി കണ്ടുപിടിക്ക് ഫ്രാങ്ക്ലിൻ. സോറി ഫ്രാങ്ക്ലിൻ, എനിക്ക് വരാൻ കഴിയുകയില്ല. ഓക്കെ രമേശ് അണ്ണ, ഞാൻ ഒറ്റയ്ക്ക് പോയി കണ്ടുപിടിച്ചോളാം രമേശ് അണ്ണ. ഗേസ് അപ്പോൾ നമ്മൾ ഒറ്റയ്ക്ക് കുതിരപ്പുറത്ത് പോയി കണ്ടുപിടിക്കാം ഗേസ്. നമ്മുടെ റോൾസ് റോയ്സ് എവിടെയാണെന്ന് നമ്മൾക്ക് കണ്ടുപിടിച്ചേ പറ്റത്തുള്ളൂ ഗേസ്. കുതിരയുടെ മണ്ടയ്ക്കാണെങ്കിൽ കയറാനും പറ്റുന്നില്ല ഗേസ്. കുതിര നിൽക്കുന്നില്ല ഗേസ്. കുതിരയുടെ മണ്ടയ്ക്ക് കയറാനുള്ള ഓപ്ഷൻ കിട്ടി ഗേസ്. ഇവിടെ ഒരു കള്ളനുണ്ട് ഗേസ്. അവൻ കഴിഞ്ഞ വിട്ടോ എൻ്റെ ഇതുപോലത്തെ വണ്ടി എടുത്തുകൊണ്ട് പോയായിരുന്നു ഗേസ്. നമുക്ക് അവൻ്റെ വീട്ടിലോട്ട് പോകാം ഗേസ്. ഈ കുതിര എന്തുവാ ഗേസ് ഇത് കാണിക്കുന്നത്? അനുസരണയൊന്നും ഇല്ലാത്ത കുതിരയാണ് ഗേസ്. ഞാൻ മേടിച്ചപ്പോൾ രമേശ് അണ്ണനാണ് ഗേസ് എനിക്ക് ഈ പാർട്ടി കൊണ്ടു തന്നുകൊണ്ട് ഈ കുതിര മേടിച്ചത് ഗേസ്. രമേശ് അണ്ണനെ കൂട്ട് തന്നെ പറഞ്ഞ വാക്കൊന്നും പാലിക്കില്ലെന്ന് തോന്നുന്നു. പക്ഷെ രമേശ് അണ്ണൻ നമ്മുടെ വണ്ടി അവിടെ റെഡിയാക്കി ഇട്ടിട്ടുണ്ടെന്നാണ് പറഞ്ഞത് ഗേസ്. ഗേസ് നമുക്കപ്പോൾ പോവാം ഗേസ്. ഗേസ് ഇതുകൊണ്ട് ഗേസ് എയർപോർട്ടിൻ്റെ അടുത്താന്ന് ഞാൻ പറഞ്ഞില്ലേ ഗേസ്. രമേശ് അണ്ണൻ നമ്മുടെ വണ്ടി റെഡിയാക്കി ഇട്ടിട്ടുണ്ട് അവിടെ. നമുക്ക് വണ്ടി എടുത്തോട്ട് പോയിട്ട് വണ്ടിയിൽ പോവാം. വേണ്ട ഗേസ്, വണ്ടി പോകണ്ട. അല്ലെങ്കിൽ അവൻ അതുകൂടെ കട്ടുകൊണ്ട് പോകും ഗേസ്. കള്ളൻ്റെ വീട്ടിലോട്ട് പോവാം ഗേസ്. ഗേസ് നമ്മളങ്ങനെ കള്ളൻ്റെ വീടിൻ്റെ അടുത്ത് എത്തി ഗേസ്. ഗേസ് അവൻ തന്നെയാണ് ഗേസ് നമ്മുടെ കാറ് മോഷ്ടിച്ചത് ഗേസ്. നമ്മുടെ വണ്ടി ഇതാ ഇവിടെ കിടപ്പുണ്ട് ഗേസ്. നമുക്ക് അവനെ കയറി നോക്കിയിട്ട് വരാം ഗേസ്. കുതിര ഇവിടെ നിൽക്കട്ടെ ഗേസ്. കുതിരയ്ക്ക് എവിടെ പോയാലും ഗേസ് കുതിര നമ്മുടെ വീട്ടിൽ തന്നെ വരും ഗേസ്. നമ്മുടെ വീട്ടിൽ കയറി നോക്കാം ഗേസ് കള്ളൻ ഇവിടെ ഉണ്ടോയെന്ന്. ഗേസ് കള്ളൻ്റെ ബെഡ്റൂം ഇതാണ് ഗേസ്. പക്ഷെ കള്ളൻ ഇവിടെ ഇല്ല ഗേസ്. ചിലപ്പോൾ കള്ളൻ പോയെങ്കിലോ ഗേസ് അടുത്ത വണ്ടി കക്കാൻ. ഗേസ് കള്ളൻ ഇവിടെ ഇല്ല ഗേസ്. ലിവിങ് റൂമിലൊന്നും ഇവിടെയും കള്ളനൊന്നും ഇല്ല ഗേസ്. എനിക്ക് തോന്നുന്നത് ഗേസ് കള്ളൻ അടുത്ത വണ്ടി കക്കാൻ പോയെന്ന് തോന്നുന്നു ഗേസ്. അപ്പോൾ നമുക്ക് പോലീസുകാരുടെ അടുത്ത് പറഞ്ഞ് ഇവിടെ ഉണ്ടെന്ന് പറയാം ഗേസ്. ഗേസ് നമുക്ക് പോവാം ഗേസ്. അപ്പം ഇത്രയേ ഉള്ളൂ ഗേസ്. നമ്മുടെ റോൾസ് റോയ്സ് നമ്മൾ കണ്ടെത്തിയിട്ടുണ്ട് ഗേസ്. ഇത്രയേ ഉള്ളൂ ഗേസ് ഇന്നത്തെ വീഡിയോ. അപ്പോൾ എല്ലാവരും പ്ലീസ് ലൈക്ക് ആൻഡ് സബ്സ്ക്രൈബ്.